വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം. ഈ കാര്യങ്ങൾക്കും അവയുടെ വിശ്വസ്ത പാലനത്തിനും ശേഷവും അസീറിയ രാജാവായ സെന്നേകെരീബ് എത്തി. അവൻ യൂദായിൽ വന്ന് സുരക്ഷിത നഗരങ്ങളോട് ചേർന്ന് നിലയുറപ്പിക്കുകയും അവിടേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുകയും ചെയ്തു. സെന്നാകെരീബ് വന്നെന്നും അവന്റെ ലക്ഷ്യം ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യുക എന്നതാണെന്നും ഹെസക്കിയ കണ്ടു. അപ്പോൾ നഗരത്തിന് പുറത്തേക്കൊഴുകിയിരുന്ന നീർച്ചാലുകൾ തടയാൻ അവൻ തന്റെ പ്രഭുക്കന്മാരോടും പോരാളികളോടും ആലോചിച്ചു. അവർ അവനെ സഹായിച്ചു. ഏറെ ജനം ഒരുമിച്ചു കൂടി. അസീറിയ രാജാക്കന്മാർ വന്ന് ഇത്രയേറെ ജലം കാണുന്നത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് അവർ സകല നീർച്ചാലുകളും ദേശത്തിന്റെ മധ്യത്തിലൂടെ നിറഞ്ഞൊഴുകിയിരുന്ന അരുവിയും തടഞ്ഞു. അവൻ ധൈര്യം അവലംബിച്ച് പൊളിഞ്ഞുകിടന്ന എല്ലാ മതിലുകളും പുനരുദ്ധരിച്ച് മുകളിൽ ഗോപുരങ്ങളും പുറത്തേക്ക് മറ്റൊരു മതിലും പണിതുയർത്തി. ദാവീദിന്റെ നഗരമായ മില്ലോ ബലപ്പെടുത്തി. ധാരാളം ആയുധങ്ങളും പരിചകളും ഉണ്ടാക്കി. അവൻ ജനത്തിന് പടത്തലവന്മാരെ നിയമിച്ചു. നഗര കവാടത്തിലുള്ള അങ്കണത്തിലേക്ക് തന്റെ പക്കലേക്ക് അവൻ അവരെ വിളിച്ചു കൂട്ടി. അവർക്ക് മനോധൈര്യം നൽകി ഇപ്രകാരം സംസാരിച്ചു: ശക്തരായിരിക്കുവിൻ, ധൈര്യം അവലംബിക്കുവിൻ. അസീറിയ രാജാവിന്റെ മുമ്പിലും അവനോടൊപ്പമുള്ള വ്യൂഹത്തിന്റെ മുമ്പിലും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. കാരണം അവനോട് കൂടെയുള്ളവനേക്കാൾ വലിയവൻ നമ്മോട് കൂടെയുണ്ട്. അവനോട് കൂടെയുള്ളത് മാംസളമായ ഹസ്തമാണ്. നമ്മുടെ യുദ്ധങ്ങളിൽ നമ്മെ സഹായിക്കുന്നതിനും യുദ്ധം ചെയ്യുന്നതിനും നമ്മോട് കൂടെയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവാണ്. യൂദാ രാജാവായ ഹെസക്കിയായുടെ വാക്കുകളാൽ ജനം ഉത്തേജിതരായി. അതിനുശേഷം തന്റെ സൈന്യത്തോടൊപ്പം ലാഗിഷിലായിരുന്ന അസീറിയ രാജാവായ സെന്നേകെരീബ് ജെറുസലേമിലേക്ക് തന്റെ സേവകന്മാരെ അയച്ച് യൂദാ രാജാവ് ഹെസക്കിയായോടും ജെറുസലേമിൽ ഉണ്ടായിരുന്ന എല്ലാ യൂദാക്കാരോടും ഇപ്രകാരം പറഞ്ഞു: അസീറിയ രാജാവായ സെന്നേകെരീബ് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ജെറുസലേമിൽ ഉപരോധത്തിലായിരിക്കുമ്പോൾ എന്തിലാണ് നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത്? നമ്മുടെ ദൈവമായ കർത്താവ് അസീറിയ രാജാവിന്റെ പിടിയിൽ നിന്ന് നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിച്ച് വിശപ്പും ദാഹവും മൂലം മരിക്കാൻ ഹെസക്കിയ നിങ്ങളെ വിട്ടുകൊടുത്തിരിക്കുകയല്ലേ? ഈ ഹെസക്കിയ തന്നെയല്ലേ അവിടത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും നീക്കം ചെയ്തതും? ഒരേയൊരു ബലിപീഠത്തിനു മുമ്പിൽ നിങ്ങൾ ആരാധിക്കുകയും അവിടെ മാത്രം നിങ്ങൾ ധൂപാർപ്പണം നടത്തുകയും ചെയ്യണമെന്ന് യൂദായോടും ജെറുസലേമിനോടും നിർദ്ദേശിച്ചതും ഞാനും എൻ്റെ പിതാക്കന്മാരും ദേശത്തെ എല്ലാ ജനതകളോടും ചെയ്തതെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ദേശങ്ങളിലെ ജനതകളുടെ ദേവന്മാർക്ക് എൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ദേശത്തെ രക്ഷിക്കാൻ കഴിഞ്ഞോ? എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ആ ജനതകളുടെ ദേവന്മാരിൽ ആർക്കെങ്കിലും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ? ഇതാ, ഹെസക്കിയ നിങ്ങളെ ഇപ്രകാരം വഞ്ചിക്കുകയോ വഴിതെറ്റിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. അവനെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കട്ടെ. എൻ്റെ കയ്യിൽ നിന്നോ എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നോ തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ഒരു ജനതയുടെയും രാജ്യത്തിൻ്റെയും ഏതെങ്കിലും ദേവന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയായിരിക്കെ നിങ്ങളുടെ ദൈവവും നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല. കൂടാതെ ദൈവമായ കർത്താവിനെതിരെയും അവിടുത്തെ ദാസനായ ഹെസക്കിയായ്ക്കെതിരെയും
അവന്റെ സേവകന്മാരും സംസാരിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ നിന്ദിക്കുന്നതിന് അവിടത്തേക്കെതിരെ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ കത്തുകൾ എഴുതുകയും ചെയ്തു. ദേശങ്ങളിലെ ജനതകളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്നതുപോലെ ഹെസക്കിയായുടെ ദൈവം അവന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല. മതിലിന് ചേർന്നുള്ള ജെറുസലേം ജനത്തെ ഭയപ്പെടുത്തുന്നതിനും അസ്വസ്ഥരാക്കുന്നതിനും അങ്ങനെ നഗരം പിടിച്ചടക്കുന്നതിനും വേണ്ടി യഹൂദ ഭാഷയിൽ അവർ ഉച്ചസ്വരത്തിൽ ആക്രോശിച്ചു. മനുഷ്യന്റെ കരവേലയായ ദേശത്തെ ദേവന്മാരെ കുറിച്ചെന്ന പോലെ ജെറുസലേമിലെ ദൈവത്തെക്കുറിച്ചും അവർ സംസാരിച്ചു. ഹെസക്കിയ രാജാവ് ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനൊപ്പം തൽസംബന്ധമായി പ്രാർത്ഥിച്ചു. അവർ സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. കർത്താവ് ഒരു മാലാഖയെ അയച്ചു. അവൻ അസീറിയ രാജാവിന്റെ പാളയത്തിലെ ഓരോ വീരയോദ്ധാവിനെയും നേതാക്കന്മാരെയും പടനായകന്മാരെയും വെട്ടിവീഴ്ത്തി. അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങി. അവൻ തന്റെ ദേവന്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ തന്റെ ഔരസപുത്രന്മാരിൽ ചിലർ അവനെ അവിടെ വാളിനിരയാക്കി. അങ്ങനെ കർത്താവ് ഹെസക്കിയായെയും ജെറുസലേം നിവാസികളെയും അസീറിയ രാജാവായ സെന്നാകെരീബിന്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷിച്ചു. ചുറ്റും നിന്ന് അവിടുന്ന് അവർക്ക് വിശ്രമം നൽകി. വളരെ പേർ ജെറുസലേമിൽ കർത്താവിന് കാഴ്ചകളും യൂദാ രാജാവായ ഹെസക്കിയായ്ക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കൊണ്ടുവന്നു. അതിനുശേഷം എല്ലാ ജനതകളുടെയും ദൃഷ്ടികളിൽ അവൻ ഉന്നതനായി. ആ ദിവസങ്ങളിൽ ഹെസക്കിയ മാരകമാം വിധം രോഗിയായി. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവന് ഉത്തരമരുളുകയും ഒരു അടയാളം നൽകുകയും ചെയ്തു. എന്നാൽ ഹെസക്കിയ തനിക്ക് ലഭിച്ച ഉപകാരമനുസരിച്ച് പ്രതികരിച്ചില്ല. പ്രത്യുത അവൻ തന്റെ ഹൃദയത്തിൽ അഹങ്കരിച്ചു. ആകയാൽ അവനെതിരെയും യൂദായ്ക്കും ജെറുസലേമിനുമെതിരെയും ക്രോധമുണ്ടായി. എന്നാലും തന്റെ ഹൃദയാഹങ്കാരത്തെക്കുറിച്ച് ഹെസക്കിയ ജെറുസലേം നിവാസികളോടൊത്ത് എളിമപ്പെട്ടതിനാൽ കർത്താവിന്റെ ക്രോധം ഹെസക്കിയായുടെ കാലത്ത് അവരുടെ മേൽ വന്നു ഭവിച്ചില്ല. ഹെസക്കിയായ്ക്ക് സമ്പത്തും വളരെയധികം പ്രശസ്തിയും ഉണ്ടായിരുന്നു. സ്വർണം, വെള്ളി, രത്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, പരിചകൾ, വിലപിടിപ്പുള്ള വിവിധതരം പാത്രങ്ങൾ എന്നിവയ്ക്കുള്ള ഭണ്ഡാരങ്ങൾ അവൻ തനിക്കായി നിർമ്മിച്ചു. ധാന്യം, പുതുവീഞ്ഞ്, എണ്ണ എന്നീ ഉൽപ്പന്നങ്ങൾക്കായി സംഭരണശാലകളും എല്ലാ കാലികൾക്കുമുള്ള ആലകളും കന്നുകാലികളുടെ ആലകളും തനിക്ക് വേണ്ടി നഗരങ്ങളും അവൻ പണിതു. അവന് ആടുമാടുകളും ധാരാളം കാളകളും ഉണ്ടായിരുന്നു. കാരണം ദൈവം അവന് വളരെയധികം സമ്പത്ത് നൽകിയിരുന്നു. ഗീഹോൺ ജലത്തിന്റെ മുകളിലെ ഉറവ തടഞ്ഞ് നേരെ താഴേക്കാക്കി ദാവീദിന്റെ നഗരത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തേക്ക് എത്തിച്ചത് ഈ ഹെസക്കിയ തന്നെയാണ്. തന്റെ ഓരോ ഉദ്യമത്തിലും ഹെസക്കിയ വിജയിച്ചു. പിന്നീട് ദേശത്തുണ്ടായ അടയാളത്തെപ്പറ്റി അന്വേഷിക്കുന്നതിന് അവന്റെ പക്കലേക്ക് അയച്ച ബാബിലോൺ പ്രഭുക്കന്മാരുടെ പ്രതിനിധികളെ പ്രതി ദൈവം അവനെ ഉപേക്ഷിച്ചു. അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിയാൻ അവനെ പരീക്ഷിക്കേണ്ടതിനായിരുന്നു ഇത്. ഹെസക്കിയായുടെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും അവന്റെ കാരുണ്യ പ്രവൃത്തികളും ഇതാ ആമോസിന്റെ പുത്രനായ യെശയ്യാ പ്രവാചകന്റെ ദർശന ഗ്രന്ഥത്തിലും യൂദായുടെയും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹെസക്കിയ തന്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവനെ ദാവീദിന്റെ പുത്രന്മാരുടെ കബറിടങ്ങളുടെ മേൽനിരയിൽ സംസ്കരിച്ചു. യൂദ മുഴുവനും ജെറുസലേം നിവാസികളും അവന്റെ മരണത്തിൽ ആദരമർപ്പിച്ചു. അവന്റെ പുത്രൻ മനാസെ അവന്റെ സ്ഥാനത്ത് രാജാവായി. 2 ദിനവൃത്താന്തം 33 അധ്യായം. മനാസെ രാജാവായപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ
55 വർഷം ഭരിച്ചു. ഇസ്രായേല്യരുടെ മുമ്പിൽ നിന്ന് കർത്താവ് പുറന്തള്ളിയ ജനതകളുടെ മ്ലേച്ഛതകൾക്ക് സമാനം കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മയായത് അവൻ ചെയ്തു. തന്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുനർനിർമ്മിച്ചു. ബാൽ ദേവന്മാർക്ക് അവൻ ബലിപീഠങ്ങൾ പണിതുയർത്തി. അവൻ അശേരാകൾ ഉണ്ടാക്കുകയും ആകാശ സൈന്യത്തെയെല്ലാം ആരാധിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു. എന്റെ നാമം ജെറുസലേമിൽ എന്നേക്കും ഉണ്ടായിരിക്കും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിരുന്ന കർത്താവിന്റെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു. മുഴുവൻ ആകാശ സൈന്യത്തിനും വേണ്ടി കർത്താവിന്റെ ആലയത്തിന്റെ 2 അങ്കണങ്ങളിലുമായി അവൻ ബലിപീഠങ്ങൾ പണിതു. അവൻ തന്റെ പുത്രന്മാരെ ബെൻഹിന്നോമിന്റെ താഴ്വരയിലൂടെ കടത്തിവിടുകയും ആഭിചാരം, ലക്ഷണം നോക്കൽ, ജാലവിദ്യ എന്നിവ നടത്തുകയും മന്ത്രവാദികളെയും വെളിച്ചപ്പാടുകളെയും നിയമിക്കുകയും ചെയ്തു. അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ ഏറെ തിന്മ ചെയ്യുകയും അവിടത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. താൻ ഉണ്ടാക്കിയ വിഗ്രഹരൂപം അവൻ സ്ഥാപിച്ചത് ദേവാലയത്തിലാണ്. അതിനെക്കുറിച്ച് ദൈവം ഇപ്രകാരം ദാവീദിനോടും അവന്റെ പുത്രനായ സോളമനോടും പറഞ്ഞിരുന്നു: ഞാൻ ഇസ്രായേലിന്റെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുത്ത ജെറുസലേമിൽ ഈ ആലയത്തിൽ ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കും. മോശ വഴി ഞാൻ അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും കൽപ്പനകളും ന്യായവിധികളും പാലിച്ചാൽ മാത്രം ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്കായി നിശ്ചയിച്ച ദേശത്തു നിന്ന് ഇസ്രായേലിന്റെ പാദം ഒരിക്കലും നീക്കിക്കളയുകയില്ല. ഇസ്രായേലരുടെ മുമ്പിൽ നിന്ന് കർത്താവ് ഇല്ലാതാക്കിയ ജനതകളെക്കാൾ കൂടുതൽ തിന്മ പ്രവർത്തിക്കാൻ തക്കവിധം മനാസെ യൂദായെയും ജെറുസലേം നിവാസികളെയും വശീകരിച്ചു. കർത്താവ് മനാസയോടും തന്റെ ജനത്തോടും സംസാരിച്ചു, എന്നാൽ അവർ ചെവിക്കൊണ്ടില്ല. ആകയാൽ അസീറിയ രാജാവിന്റെ സേനാധിപന്മാരെ കർത്താവ് അവർക്കെതിരെ കൊണ്ടുവന്നു. അവർ മനാസയെ കൊളുത്തുകളിൽ കോർത്ത് ഓട്ടുചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ദുരിതത്തിലായിരിക്കെ തന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പാകെ അവൻ സഹായം അഭ്യർത്ഥിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ ഏറെ എളിമപ്പെടുത്തുകയും ചെയ്തു. അവിടത്തോട് പ്രാർത്ഥിച്ച അവൻ സ്വീകരിക്കപ്പെട്ടു. അവിടുന്ന് അവന്റെ പ്രാർത്ഥന കേട്ട് അവനെ ജെറുസലേമിൽ അവന്റെ രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. കർത്താവ് തന്നെയാണ് ദൈവമെന്ന് അപ്പോൾ മനാസെ തിരിച്ചറിഞ്ഞു. അതിനുശേഷം അവൻ ഗീഹോണിന് പടിഞ്ഞാറേക്ക് താഴ്വരയിൽ മത്സ്യകവാടം വരെ ദാവീദിന്റെ നഗരത്തിന് ഒരു പുറം മതിൽ പണിതു. അത് ഓഫേലിന് ചുറ്റുമായിരുന്നു. അവൻ അതിന്റെ ഉയരം വളരെയധികം കൂട്ടി. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം അവൻ സേനാധിപന്മാരെ നിയമിച്ചു. അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അന്യദേവന്മാരെയും വിഗ്രഹവും താൻ കർത്താവിന്റെ ആലയത്തിന്റെ മലയിലും ജെറുസലേമിലും നിർമ്മിച്ചിരുന്ന ബലിപീഠങ്ങളും നീക്കം ചെയ്ത് നഗരത്തിന് പുറത്തേക്കെറിഞ്ഞു. അവൻ കർത്താവിന്റെ ബലിപീഠം നിർമ്മിക്കുകയും അതിൽ സമാധാന കൃതജ്ഞതാ ബലികൾ അർപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കാൻ അവൻ യൂദായോട് നിർദ്ദേശിച്ചു. എന്നിട്ടും ജനം പൂജാഗിരികളിൽ ബലിയർപ്പണം തുടർന്നു, തങ്ങളുടെ ദൈവമായ കർത്താവിനു വേണ്ടി മാത്രം. മനാസയുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും ദൈവത്തോടുള്ള അവന്റെ പ്രാർത്ഥനയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അവനോട് സംസാരിച്ച ദീർഘദർശികളുടെ വചനങ്ങളും ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്തങ്ങളിലുണ്ട്. അവന്റെ പ്രാർത്ഥനയും അവൻ സ്വീകൃതനായതും അവന്റെ ഓരോ പാപവും അവന്റെ അവിശ്വസ്തതയും സ്വയം വിനീതനാകുന്നതിനു മുമ്പ് അവൻ പൂജാഗിരികൾ നിർമ്മിച്ച് അശേരാകളും വിഗ്രഹങ്ങളും സ്ഥാപിച്ച സ്ഥലങ്ങളും ഇതാ ദീർഘദർശികളുടെ വൃത്താന്തങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനാസെ തന്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവനെ അവർ അവന്റെ ഭവനത്തിൽ സംസ്കരിച്ചു. അവന്റെ സ്ഥാനത്ത് അവന്റെ പുത്രൻ
ആമോൻ രാജാവായി. രാജാവായപ്പോൾ ആമോന് 22 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 2 വർഷം ഭരിച്ചു. തന്റെ പിതാവായ മനാസെ ചെയ്തതുപോലെ അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. അവന്റെ പിതാവായ മനാസെ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങൾക്കും ആമോൻ ബലിയർപ്പിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു. തന്റെ പിതാവായ മനാസെ സ്വയം വിനീതനായതുപോലെ അവൻ കർത്താവിന്റെ മുമ്പിൽ സ്വയം വിനീതനായില്ല, മറിച്ച് അപരാധം വർദ്ധിപ്പിക്കുക തന്നെയാണ് ആമോൻ ചെയ്തത്. അവന്റെ ദാസന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി. അവനെ സ്വഭവനത്തിൽ വെച്ച് അവർ വധിച്ചു. എന്നാൽ ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം ദേശത്തെ ജനം നിഗ്രഹിച്ചു. അവന്റെ സ്ഥാനത്ത് അവന്റെ പുത്രൻ ജോസിയായെ ദേശത്തെ ജനം രാജാവാക്കി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം. അഗ്നി വിറകിനെ എരിയിക്കുകയും തീ വെള്ളം തിളപ്പിക്കുകയും ചെയ്യും വിധം ശത്രുക്കൾക്ക് അങ്ങയുടെ നാമം വെളിപ്പെടുത്തുക. തിരുസാന്നിധ്യത്താൽ ജനതകൾ വിറകൊള്ളും. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങ് ഇറങ്ങി വന്നു. തിരുമുമ്പിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങല്ലാതെ മറ്റൊരു ദൈവത്തെ പണ്ടു മുതൽക്കേ ആരും കേട്ടിട്ടില്ല, ശ്രവിച്ചിട്ടില്ല, കണ്ണ് കണ്ടിട്ടുമില്ല. ആനന്ദിക്കുന്നവനെ, നീതി പ്രവർത്തിക്കുന്നവനെ, അങ്ങേ വഴികളിൽ അങ്ങയെ സ്മരിക്കുന്നവരെ അങ്ങ് കണ്ടുമുട്ടി. ഇതാ അങ്ങ് കോപിഷ്ഠനായിരുന്നു. വളരെ കാലം ഞങ്ങൾ അവയിൽ നഷ്ടമേറ്റു. ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഞങ്ങളെല്ലാം അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികളെല്ലാം മലിന വസ്ത്രം പോലെയുമായി. ഇല പോലെ ഞങ്ങളെല്ലാം കൊഴിഞ്ഞു. ഞങ്ങളുടെ അകൃത്യങ്ങൾ കാറ്റെന്ന പോലെ ഞങ്ങളെ പറപ്പിച്ചു കളയും. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്ന ആരുമില്ല. കാരണം അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിൽ അങ്ങ് ഞങ്ങളെ ഉരുക്കിക്കളഞ്ഞിരിക്കുന്നു. എന്നാൽ കർത്താവേ, ഇപ്പോൾ അങ്ങാണ് ഞങ്ങളുടെ പിതാവ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങളെല്ലാം അങ്ങയുടെ കരവേലയാണ്. കർത്താവേ, അങ്ങ് അത്യധികം കോപിക്കരുതേ. അകൃത്യങ്ങൾ എന്നേക്കും ഓർമ്മിക്കരുതേ. ഇതാ ഞങ്ങളേവരും അങ്ങയുടെ ജനമാണെന്ന് കണ്ടാലും അങ്ങയുടെ വിശുദ്ധ നഗരങ്ങൾ മരുഭൂമിയായി. സിയോൻ മരുഭൂമി ആയിരിക്കുന്നു, ജെറുസലേം ശൂന്യവും. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ സ്തുതിച്ചിരുന്ന വിശുദ്ധവും മനോഹരവുമായ ഞങ്ങളുടെ ആലയം അഗ്നിജ്വാലയ്ക്ക് ഇരയായിരിക്കുന്നു. ഞങ്ങളുടെ രമ്യസ്ഥലങ്ങളെല്ലാം നാശകൂമ്പാരങ്ങളായിരിക്കുന്നു. കർത്താവേ, ഇവയെക്കുറിച്ചെല്ലാം അങ്ങ് അടങ്ങിയിരിക്കുമോ? ഞങ്ങളെ ഏറെ പീഡിപ്പിക്കാനായി അങ്ങ് നിശബ്ദത പാലിക്കുമോ? അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ജനതകളും ദൈവവചനം സ്വീകരിച്ചുവെന്ന് യൂദയായിലുണ്ടായിരുന്ന അപ്പസ്തോലന്മാരും സഹോദരരും കേട്ടു. തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ പരിച്ഛേദിതർ അവനെ വിമർശിച്ചു. അവർ ചോദിച്ചു, അപരിച്ഛേദിതരുടെ അടുക്കൽ നീ പോകുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തതെന്തുകൊണ്ട്? പത്രോസ് അവരോട് എല്ലാം ക്രമമായി വിശദമാക്കാൻ തുടങ്ങി. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഭക്തി പാരവശ്യത്തിൽ ഒരു ദർശനമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് വലിയ വിരിപ്പ് പോലെ എന്തോ ഒന്ന് 4 കോണിലും പിടിച്ച് ഇറക്കുന്നത് ഞാൻ കണ്ടു. അത് എൻ്റെ അടുത്ത് വന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ 4 കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു. എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, പത്രോസേ, എഴുന്നേൽക്കുക, നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക. ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല കർത്താവേ, ഹീനമോ അശുദ്ധമോ ആയതൊന്നും
ഒരിക്കലും ഞാൻ ഭക്ഷിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ആ സ്വരം രണ്ടാമതും മറുപടി പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് കരുതരുത്. 3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. പിന്നീട് എല്ലാം സ്വർഗത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടു. കേസറിയായിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ടിരുന്ന 3 പേർ പെട്ടെന്ന് ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെത്തി. സന്ദേഹം കൂടാതെ അവരോടൊപ്പം പോകാൻ ആത്മാവ് എന്നോട് പറഞ്ഞു. ഈ 6 സഹോദരന്മാരും എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ അയാളുടെ വീട്ടിൽ പ്രവേശിച്ചു. അയാൾ ഞങ്ങളെ അറിയിച്ചു, തൻ്റെ ഭവനത്തിൽ ഒരു ദൂതൻ നിൽക്കുന്നതായി കണ്ടു. അവൻ പറഞ്ഞു, യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ വരുത്തുക. നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടാനുള്ള കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആരംഭത്തിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് ആവസിച്ചു. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തു. യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകി, നിങ്ങൾക്കാകട്ടെ പരിശുദ്ധാത്മാവാൽ സ്നാനം നൽകപ്പെടും. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ്? ഇത് കേട്ടപ്പോൾ അവർ നിശബ്ദരായി. ജനതകൾക്കും ജീവനിലേക്കുള്ള മാനസാന്തരം ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ